നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേതുവാണ്. രാഹുവിൻ്റെ വീഡിയോ കഴിഞ്ഞ് രാഹുവിന് പറഞ്ഞതുപോലെ തന്നെ ഒരു ബ്രേക്ക് വന്നിട്ടാണ് നമ്മൾ കേതുവിലേക്ക് വരുന്നത്. പനി പിടിച്ചുപോയി, അപ്പം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ശബ്ദമൊക്കെ അടഞ്ഞ് വൈറൽ ഫീവർ ആയിരുന്നു. അപ്പം രാഹുവിന് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ വൈറസ് ഞൊഴഞ്ഞു കയറി എൻ്റെ സ്പോഞ്ച് പോലിരിക്കുന്ന ശ്വാസകോശത്തെ കഫം കൊണ്ട് മൂടി മൊത്തത്തിൽ ശബ്ദം പുറത്തേക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അതുകൊണ്ട് രാഹുവിനെ പകുതിക്കോടെ വെച്ചേക്കാണ്. അതിൻ്റെ 180 ഡിഗ്രി ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന രാഹുവിൻ്റെ ബാക്കി ഭാഗമായിട്ടുള്ള കേതുവിനെ കുറിച്ച് പഠിക്കാം. കേതുവിനെ ഷി എന്ന അക്ഷരം കൊണ്ടാണ് ഗ്രഹനിലയിൽ സൂചിപ്പിക്കുന്നത്. ഷി എന്നാൽ ശിഖി എന്നാണ് അർത്ഥം. കേതുവിൻ്റെ മറ്റൊരു പേരാണത്. ഡ്രാഗൺ ടെയിൽ എന്നും അതുപോലെ തന്നെ ഡിസെൻഡിങ് നോഡ് എന്നും ഒക്കെ ആണ് പറയുന്നത്. കേതുവിനെ കുറിച്ചുള്ള പ്രമാണങ്ങൾ പലതും ഭരദീപിക പോലുള്ള ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. രാഹു ബഹിർമുഖത്വമാണ് എങ്കിൽ കേതു അന്തർമുഖത്വമാണ്, ഉള്ളിലേക്കാണ് തിരിയുന്നത്. അതുകൊണ്ട് തന്നെ കേതുവിന് പല കാരകത്വങ്ങൾ ഉള്ളതിൽ ഒരു കാരകത്വം മോക്ഷമാണ്. സ്പിരിച്വാലിറ്റിയുടെ കാരകനാണ് കേതു. ചെറുതും അതീവ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളെയും കേതുവാണ് സൂചിപ്പിക്കുന്നത്. നമുക്കൊരിക്കലും പിടിതരാത്ത വ്യക്തിത്വങ്ങൾ കേതുവാണ് സൂചിപ്പിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ എല്ലാവരോടും പറയാത്തതായിട്ടുള്ള കുറച്ച് രഹസ്യം ഉണ്ടാവും. അത് മനുഷ്യനാണ്, സഹജമാണ്, പ്രപഞ്ചത്തിൻ്റെ രീതിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ജീവജാലങ്ങളിലും കുറച്ച് രഹസ്യമുണ്ടാവും. ആ രഹസ്യത്തിൻ്റെ കാരകത്വം കേതുവാണ്. ആ രഹസ്യം എത്രത്തോളം ആസ്വദിക്കുന്നു അതിനനുസരിച്ചാണ് അവരുടെ വ്യക്തിത്വം മാറുന്നത്. അതീവ ഡേഞ്ചറസ് ആയിട്ടുള്ള വ്യക്തികളെന്ന് പറയുന്നത് കേതുവാണ്. കേതുവിൻ്റെ കാരകത്വത്തിലുള്ള ഒരാൾ ഒരു പ്രവൃത്തി ചെയ്താൽ അത് നമുക്ക് മനസ്സിലാവുകയില്ല. ചിലപ്പം എൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത് പലതും എന്നെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അതൊക്കെ സത്യമാണെന്ന് എന്നെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് നിന്നിട്ട് പോകുന്ന പലരും ഉണ്ടാവും. നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് അങ്ങനെ ഒരിക്കലും പിടിതരാത്ത രീതിയിൽ കള്ളത്തെ സത്യമായി ചെയ്യുന്നത് എന്തോ അത് കേതുവാണ്. രാഹു ആണെങ്കിൽ ഇതെല്ലാം പിടിക്കപ്പെടും, നാണക്കേടാവും, പിടിക്കപ്പെടും. എത്രയൊക്കെ ഒളിപ്പിച്ചാൽ അത് പുറത്തേക്ക് വരും. കേതു വരില്ല. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അമിതമായിട്ടുള്ള കുശാഗ്രബുദ്ധി, സൈലന്റ് നേച്ചർ, ശാന്തരായിരിക്കും, ഒരിക്കലും മറ്റുള്ളവർക്ക് പിടിതരാത്ത സ്വഭാവം, പല തരത്തിലുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉള്ളവരും, സൈക്കോപാത്തുകൾ, അതുപോലെ തന്നെ പല തരത്തിലുള്ള സംഘടനകൾ. നമുക്കൊരിക്കലും അവരുടെ പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത് പുറത്ത് അറിയത്തില്ല. ആ സംഘടനകളെക്കുറിച്ച് അന്വേഷിക്കാൻ പോയാൽ തന്നെയും ഗവൺമെൻറ്റിനോ മറ്റുള്ളവർക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ശക്തമായിട്ടുള്ള പവറും പണവും എല്ലാം കൊണ്ട് ലോകത്തെ നിയന്ത്രിക്കുന്നവർ പലരും ആ സംഘടനയ്ക്കുള്ളിൽ വരുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ഫ്രീമേസൺസ് പോലെ ഒരുപാട് സംഘടനകൾ, ആൻറ്റി ക്രൈസ്റ്റ് പോലെയൊക്കെയുള്ള സംഘടനകൾ പലതും ഒന്നും പുറത്തറിയില്ല. അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും പുറത്തറിയില്ല. അങ്ങനത്തെ സംഘടനകൾ ഒക്കെ കേതുവാണ് സൂചിപ്പിക്കുന്നത്. രാഹു എന്ന് പറയുന്നത് ബാഹ്യമായ വിഷയങ്ങളാണ് എങ്കിൽ ബോധം ബാഹ്യമായ മെറ്റീരിയൽ സബ്ജക്റ്റിനെ, ഗ്രോസ് സബ്ജക്റ്റിനെയാണ് കൊളുത്തിയിരിക്കുന്നത് എങ്കിൽ കേതു എന്ന് പറയുന്നത് ഇന്നർ സബ്ജക്റ്റുകളാണ്. ഹയർ ലെവൽ ഓഫ് ഇന്നർ കോൺഷ്യസ്നെസ് ആണ്, അല്ലെങ്കിൽ ഹയർ ലെവൽ ഓഫ് ഡെപ്ത്, നമ്മുടെ ഉള്ളിലേക്കുള്ള കോൺഷ്യസ്നെസ്സിലേക്കുള്ള നമ്മുടെ തിരിച്ചറിവിലേക്കുള്ള ഡെപ്തിനെ നമുക്ക് സൂചന തരുന്നത് കേതുവാണ്. ശാന്തനാണ്, ഇൻട്രോവേർട്ടാണ്. ഇതൊക്കെയാണ് കേതു. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇതൊക്കെ ധാർമ്മികനാണെങ്കിൽ, ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ട് വരുന്ന വ്യക്തി ധാർമ്മികനാണെങ്കിൽ, ഇല്ലെങ്കിലോ സ്പിരിച്വാലിറ്റിയുടെ എക്സ്ട്രീമിസം, നേരെ ഓപ്പോസിറ്റ് ടെററിസം കേതുവാണ്. മതത്തിൻ്റെയോ തൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾക്കോ വേണ്ടി റിവെഞ്ച് ചെയ്ത് അവരെ നശിപ്പിച്ച് അവരുടെ ഒരു ലെവൽ വരെ എത്തുന്നത് കേതുവാണ്. അവരെ ഒരു ലെവൽ വരെ എത്തി അവരെ നശിപ്പിച്ച് കളയുന്നത് കേതുവാണ്. ഈ ലോകത്ത് പിടിക്കപ്പെടാതെ കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് കേതുവാണ്. നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അസുഖങ്ങൾ കേതുവാണ്.
ആഭിചാരങ്ങൾ നിമിത്തമുണ്ടാകുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് സോളുകൾ കാരണമുണ്ടാകുന്ന ചില ഇൻഫ്ലുവൻസ് കാരണം നമുക്ക് ഓറയ്ക്കുണ്ടാകുന്ന ഷെയ്ക്ക് കാരണം പലതരത്തിലുള്ള സോളുകളുടെ ഇൻഫ്ലുവൻസ് കാരണവും നമുക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും രോഗമുണ്ടാവും. നമ്മൾ ആശുപത്രിയിൽ പോവും, ചികിത്സിക്കും. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും നിങ്ങൾക്കൊരു പ്രശ്നമല്ലോ, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെയാണ്. മനസ്സിന് വേണ്ടി ചികിത്സിക്കും, അപ്പോൾ പറയുന്നത് രോഗമാണ്. അങ്ങനെ നമുക്ക് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കേതുവാണ്. തിരിച്ചറിയാൻ പറ്റാത്തത്, ചെയ്താൽ പിടിക്കപ്പെടാത്തത്, നമ്മളുടെ എല്ലാം ഉള്ളിലെ രഹസ്യ സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും താത്തു വെച്ചിരിക്കുന്ന ഏറ്റവും രഹസ്യമായിട്ടുള്ള, അതീവ രഹസ്യമായിട്ടുള്ള, എത്ര തുറന്ന് പറയുന്നവരും എത്ര ഹിപ്നോട്ടിസ് ചെയ്താലും ഒരിക്കലും പുറത്തു വരാത്ത നമ്മുടെ ഉള്ളിലെ രഹസ്യങ്ങളെല്ലാം കേതുവാണ്. അതുപോലെ തന്നെ ക്രാക്കേഴ്സ്, നമ്മുടെ ഉത്സവത്തിനൊക്കെ പൊട്ടിക്കുന്ന സാധനങ്ങൾ, കുഞ്ഞു സാധനങ്ങൾ വലുതായിട്ട് പൊട്ടില്ലേ, അത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കും. ഒരു കുഞ്ഞു ബോംബ് നമുക്കറിയാവുന്നില്ല, ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിലൊരു കളിപ്പാട്ടം പോലെ ഇരിക്കുന്ന അത്രയും വലിപ്പത്തിലൊരു ബോംബ് കയ്യിലിരുന്നാൽ അത് പൊട്ടിത്തെറിക്കുന്നത്. അതുപോലെ തന്നെ DNA ഒക്കെ റിലേറ്റഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ബയോ വെപ്പൺസ് ഉണ്ട്. ഇപ്പം നമ്മൾ 3-4 പേര് ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ എൻ്റെ DNA വെച്ച സെറ്റിംഗ് എന്നെ മാത്രം കൊല്ലാൻ പറ്റുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇവിടെ നിന്നാണെന്ന് പോലും അറിയാത്ത രീതിയിൽ കൃത്യമായിട്ട് ഒരു തുള്ളി ചോര പോലും പൊടിയാത്ത രീതിയിൽ ഫയർ ചെയ്ത് കൊല്ലുന്ന വെപ്പൺസ്, ഷാർപ്പ് ആയിട്ടുള്ള വെപ്പൺസ്, വെൽ ടാർഗറ്റഡ് ആയിട്ട് കൃത്യസ്ഥലത്ത് എത്തുന്ന അതീവ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന വെപ്പൺസ്, ഇതെല്ലാം കേതുവാണ്. ഇതിൻ്റെ ഒരു എക്സ്ട്രീമിസം നോക്കിയാൽ മനസ്സിലാവും. ഇതൊരു തരത്തിൽ ഈ അസുരന്മാരെ പോലെയാണ് കേതു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ദേവന്മാർ ഒരു തരത്തിൽ അങ്ങ് എക്സ്ട്രീം ആണെങ്കിൽ അസുരന്മാരും വേറൊരു തരത്തിൽ അങ്ങ് എക്സ്ട്രീമാണ്. ടെററിസം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇവിടെ നടക്കുന്ന ഡെമോക്രസിയുടെ നേരെ വിപരീതമാണ്. അതിൻ്റെ വലിയൊരു പൊളിറ്റിക്സിൻ്റെ ഒരു വേറൊരു എക്സ്ട്രീമാണ് അതെന്ന്. ടെററിസം എന്ന് പറയുന്നത് അത് ലോകത്തിന് എന്തുമാത്രം ചലനമാണ് ഉണ്ടാക്കുന്നതെന്ന് ആലോചിക്കണം. അമേരിക്ക പോലെ ഒരു വലിയ രാജ്യത്തിനുള്ളിൽ കയറി ഒരു വലിയ അക്രമം കാണിച്ച ആളാണ് ഒസാമ ബിൻ ലാദൻ. അവരുടെ പ്രധാനപ്പെട്ട പല സാധനങ്ങളും ഒരു ഇതുമില്ലാതെ നിസ്സാരമായിട്ട് നശിപ്പിച്ച് കളഞ്ഞ ആളാണ്. അദ്ദേഹത്തെ കൊല്ലാനും അത്രയും വലിയൊരു രാജ്യത്തു നിന്ന് ആ ഒരു വ്യക്തിക്ക് വേണ്ടി അത്രയും വലിയൊരു സൈന്യം വരേണ്ടി വന്നു. അപ്പോൾ അയാളുടെ ഒരു ഷാർപ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് ആലോചിക്കണം. മിക്കവാറും ഒസാമ ബിൻ ലാദൻ്റെ വീഡിയോസോ അല്ലെങ്കിൽ അയാളെക്കുറിച്ച് പഠിക്കുന്ന പുസ്തകങ്ങളോ ഒക്കെ എടുത്ത് നോക്കിയാൽ വളരെ സൈലൻറ്റ് നേച്ചറായിരിക്കും. അയാളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഇത് വായിക്കുമ്പം വളരെ ശാന്തനും വളരെ ഷാർപ്പുമായിരിക്കും. ഇങ്ങനെയുള്ളവരങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കൂട്ടത്തിലുള്ള പല കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ആൾക്കാരും ശാന്തരായിരിക്കും എന്നുള്ളതും കൂടി ഓർത്തോളുക. അതുപോലെ തന്നെ സ്പിരിച്വലായിട്ട് മോക്ഷത്തിൻ്റെ കാരകനാണ്, സ്പിരിച്വാലിറ്റിയുടെ കാരകനാണ് കേതു എന്നുള്ളത് കൊണ്ട് സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർക്കും ആ ഒരു ശാന്തതയും ഉണ്ടാവും. രണ്ട് എക്സ്ട്രീമാണ്. ധാർമ്മികനായാൽ ഈ അറ്റം, മോശമായാൽ ഇങ്ങേ അറ്റം. ഇങ്ങനെ രണ്ട് എക്സ്ട്രീമാണ് കേതുവിന്. കേതു 5-ാം ഭാവത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ചന്ദ്രനുമായിട്ട് കേതു യോഗം ചെയ്യുന്നതൊക്കെ മെൻ്റൽ ഡിസോർഡറുകൾ, പേഴ്സണാലിറ്റി ഡിസോർഡറുകളൊക്കെ വരാനുള്ള സാധ്യതകളും ഉണ്ട്. അതുപോലെ അമ്മയുടെ വഴിയുള്ള DNA കണക്ഷൻസും, മാതാമഹൻ, അതുപോലെ പൂർവ്വജന്മത്തിലെ ഡെപ്റ്റുകൾ ഞാൻ പറഞ്ഞു. അതിൽ നിന്ന് മോക്ഷത്തിലേക്കുള്ള പോകാൻ വേണ്ടി റിഫൈൻ ആവുന്ന എക്സ്പീരിയൻസുകളിൽ പലതും. കേതുവിന് ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്, ഒരു കാരകത്വമുണ്ട്. മരിച്ചവരുമായിട്ടുള്ള ആശയവിനിമയങ്ങൾ, അല്ലെങ്കിൽ അൺനാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻ വിത്ത് സോൾസ്, അതേപോലുള്ള കാര്യങ്ങൾ ഒക്കെ കേതുവിൻ്റെയാണ് കാരകത്വം. അതുപോലെ കടുത്ത ആഭിചാരങ്ങൾ, അതേപോലെ ഉഗ്രാഭിചാരങ്ങൾ, അതേപോലെ മന്ത്രവാദ വിഷയങ്ങളെല്ലാം തന്ത്രത്തിൽ പറയുന്ന ഷഡ്കർമ്മത്തിൻ്റെ സന്മന്ത്രവാദമുണ്ട്, ദുർമന്ത്രവാദമുണ്ട്. അതിൽ ദുർമന്ത്രവാദ വഴികൾ, പുറം രാജ്യങ്ങളിലൊക്കെ പറഞ്ഞ വുഡൂസ് പോലുള്ള മന്ത്രവാദം ചെയ്യുന്നവർ, പല രാജ്യങ്ങളിലും പല രീതിയിൽ ചെയ്യുന്ന ആഭിചാര കർമ്മങ്ങൾ, ദുഷ്കർമ്മങ്ങൾ, വളരെ രഹസ്യമായിട്ട് ആരും അറിയാതെയും ചെയ്യുന്ന പലതരത്തിലുള്ള ബലികർമ്മങ്ങൾ, ഇതൊക്കെ ദുർദേവതകളെ പ്രീതിപ്പെടുത്തുന്നത്, ഇതെല്ലാം കേതുവിൻ്റെ കാരകത്വത്തിലുള്ളതാണ്. അതേപോലെ കേതു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരു ബോംബ് പൊട്ടി ഒരു 10-15 പേര് മരിച്ചു, അത് രാഹുവാണ്. അവരുടെ ശരീരങ്ങൾ ചിന്നിച്ചിതറി കിടക്കുന്ന, പൊട്ടിച്ചതും അറിയാം, എന്താ സംഭവിച്ചെന്നും അറിയാം. കേതു എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ ബോംബ് പൊട്ടി
ഒരു 10,000-2,500 പേര് മരിച്ചു, അല്ലെങ്കിൽ ഒരു 2 ലക്ഷം പേര് മരിച്ചു എന്നൊക്കെ പറയാം. പക്ഷെ അതെങ്ങനെ, ഇവിടെ നിന്ന് എങ്ങനെയാണ് അത് ഉത്ഭവിച്ച്, എത്ര പേര്, അതായത് കേതുവിൻ്റെ ഒരു ആക്ഷൻ സംഭവിച്ചാൽ അതിന് എത്ര പേർക്ക് എന്താകും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഈ കേതു എന്ന് പറയുമ്പം നമ്മൾ വൺ വേർഡായിട്ട് ഉപയോഗിക്കേണ്ടത് എക്സ്ട്രീം ആണ്. ഒന്നിൽ മടിയുടെ വളരെ ശാന്തനായിട്ട് വളരെ സമാധാനമായിട്ടിരിക്കും, അല്ലെങ്കിൽ ഇവർ ഉള്ളിൽ വളരെ പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നവരായിരിക്കും. നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്യുക. പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുതരാം. കേതു നമ്മളുടെ ജാതകത്തിൽ ഏത് ഭാവത്തിൽ നിൽക്കുന്നു, ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റിൽ, കൂടെ യോഗം ചെയ്തിട്ടുള്ളൊരു ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു സബ്ജക്റ്റിൽ നമ്മൾ അതിഭീകരമായിട്ട് ദുഃഖിക്കുകയോ നമ്മളുടെ ലൈഫിൻ്റെ നല്ലൊരു ഏരിയ അതിനു വേണ്ടി ഒഴിഞ്ഞു വെക്കുകയോ ചെയ്യണം. കാരണം മോക്ഷത്തിലേക്ക്, ഫ്യൂച്ചറിലേക്ക് ലീഡ് ചെയ്യുന്ന ഗ്രഹമാണ് കേതു എന്നുള്ളത് കൊണ്ട് തന്നെ കേതു ഏത് ഭാവത്തിൽ നിൽക്കുന്നോ ആ ഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നല്ല പെയിൻ അവർക്ക് ഉണ്ടാവും. ഉദാഹരണത്തിന് 5-ാം ഭാവത്തിൽ കേതു നിന്നാൽ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് വഴി ഒരു വലിയ തകർച്ച ജീവിതത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ 7-ാം ഭാവത്തിൽ കേതു നിന്നാൽ വിവാഹം കഴിഞ്ഞ ശേഷം അതുമായി ബന്ധപ്പെട്ടിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു തരത്തിലുമുള്ള പരസ്പര വൈരുദ്ധ്യം കാരണം അവർക്ക് അതൊരു കാർമിക് കണക്ഷൻ പോലെ അവസാനം അവരുടെ ഒരു കഴിച്ചിട്ടൊട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ടെടുപ്പാനും വയ്യ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ കിടന്ന് നമ്മൾ റിഫൈൻഡ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പം 5-ാം ഭാവത്തിൽ പ്രണയത്തിൽ വിവാഹം കഴിച്ച് പരാജയപ്പെടാം, പ്രണയം പരാജയപ്പെട്ടു പോകാം, സന്താന നിമിത്തം ദുഃഖം വരാം. 4-ാം ഭാവമാണെങ്കിൽ അമ്മ, കുടുംബത്തിന് വേണ്ടിയൊക്കെ നമ്മളൊക്കെ കഷ്ടപ്പെട്ടിട്ടും അവിടെ നിന്നൊരു സന്തോഷമോ ഒരു സുഖമോ ഒന്നും കിട്ടാത്തൊരവസ്ഥ വരാം. അപ്പം കേതു ഏത് ഭാവത്തിൽ നിൽക്കുന്നോ ആ ഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡെപ്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ അതുമായിട്ട് ഭയങ്കര ഈ കേതു നിൽക്കുന്ന ഭാവവുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടാവും. അത് നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. നമുക്കൊരു വലിയ പെയിനോ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയോ ഒക്കെ എന്നും അത് നിമിത്തം ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് താണ്ടി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഭാഗം വിജയിക്കാനും പറ്റുകയുള്ളൂ. ഈ കേതുവിൻ്റെ ലുക്കുള്ളവരെയും കൂടെ ഒന്ന് പറഞ്ഞുതരാം. എപ്പോഴും അവർക്കൊന്ന് തല ഫേസും കൂടെ സെറ്റ് ആവില്ല. എന്തെങ്കിലും ഒരു പോരായ്മ, ഒരു ചെവി വലുത്, ഒരു ചെവി ചെറുത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മ, എന്തെങ്കിലും ഒരു പ്രശ്നം അവരുടെ ഫേസിൽ ഒരു അൺനാച്ചുറൽ ഫേസ് ഉണ്ടാവും. ഉദാഹരണത്തിന് കേതുവിൻ്റെ അതിദേവതയാണ് ഗണപതിക്ക് ഭഗവാന്റെ തല ആനയുടെ തലയും വലിയൊരു ഉടല് വലിയും. അതുപോലെ ഗണപതി ഭഗവാൻ കേതുവിൻ്റെ അതിദേവതയാണ്. അതേപോലെ രക്തചാമുണ്ടി, ചാമുണ്ടി, ചിത്രഗുപ്തൻ, കാലഭൈരവസ്വാമി ഒക്കെ കേതുവിൻ്റെ ദേവതയാണ്. അതേപോലെ തന്നെ ചണ്ടാല ദൈവതം എന്ന് പറയും. അതായത് ഈ ഗുഹകളിലും മലകളിലും ഒക്കെ ആയിട്ട് അവരവരുടേതായ രഹസ്യ പദ്ധതികൾ കൊണ്ട് ചെയ്തിരുന്ന പൂജകളുണ്ടല്ലോ. ഗിരിദേവതകളും ആദിവാസികൾ അല്ലെങ്കിൽ അതുപോലുള്ള ട്രൈബൽസിൻ്റെ ഇടയിലൊക്കെ അതിന് ശാസ്ത്രീയത ഇല്ല എന്ന് പറയരുത്, അതിൻ്റേതായ ശാസ്ത്രീയതയുണ്ട്, വളരെ പവർഫുള്ളുമാണ്. അത് പോയി നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ട്രൈബൽസിൻ്റെ ഇടയിലൊക്കെയുള്ള ആരാധനകൾ പലതും ശക്തമായിട്ടുള്ള അവരുടെ ചില ഭാഷാ മന്ത്രങ്ങളും ഇതെല്ലാം കേതുവിൻ്റെ കാരകത്വമാണ്. അപ്പം കേതുവിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. രാഹുവിനെ കുറിച്ച് പറഞ്ഞതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കേതു എപ്പോഴും വരുന്നത്. കേതുവിൻ്റെ ദശ 7 വർഷമാണ്. കേതു ആരുടെ നക്ഷത്രത്തിൽ നിന്നാലും ഒരിക്കലും രാഹുവിൻ്റെ നക്ഷത്രത്തിൽ കേതു പോവുകയോ കേതുവിൻ്റെ നക്ഷത്രത്തിലേക്ക് രാഹു പോവുകയോ ചെയ്തത്. ഇപ്പം രാഹുവിൽ നിന്ന് കേതുവിലേക്കുള്ളൊരു ട്രാൻസിഷൻ എപ്പോഴും, ഉദാഹരണത്തിന് രാഹുവിൻ്റെ ദശയിൽ കേതുവിൻ്റെ അപഹാരം വരിക, കേതുവിൻ്റെ ദശയിൽ രാഹുവിൻ്റെ അപഹാരം വരിക, ഇതൊക്കെ ഒരു ചേഞ്ചസ് അവിടെ നടക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ലാസ്റ്റ് ഒരു 1 മന്ത്, അതായത് ജാനുവരി 1 തുടങ്ങിയിട്ട് രാഹു വരുന്നിടം വരെ ഒറ്റ വീക്ക് മുടങ്ങാതെ നമ്മൾ ആ വീഡിയോസ് കണ്ടിന്യൂസ് വന്നിരുന്നു. അതേ സമയത്ത് രാഹു വന്നിട്ട് കേതു വരാൻ ഒരു ചേഞ്ച്, ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു മാറ്റം വന്നു.
അത് നന്നാവാനോ ചീത്തയാവാനോ സാധ്യതയുണ്ട്. അത് ജാതകം പോലെ ഇരിക്കും. ഒരു ഉദാഹരണമായിട്ട് ഞാനിത് പറഞ്ഞ, നമുക്കിത് നന്നാക്കി കൊണ്ടുപോകേണ്ടത് കൊണ്ട് നമ്മളിത് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പം ആ ഒരു ചേഞ്ച് എപ്പോഴും ഉണ്ടാവും എന്നുള്ളതും കൂടി ഓർത്ത് വെച്ചോളുക. അപ്പം 12 ഭാവങ്ങൾ നമ്മൾ പഠിച്ചു, 9 രാശികൾ പഠിച്ചു. ബേസിക് മാസ്റ്റർ ക്ലാസ്സിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞു. അതിനുശേഷം നക്ഷത്രങ്ങളെക്കുറിച്ചും പഠിച്ചു. ഇനി മേടം മുതൽ മീനം വരെയുള്ള രാശിയുടെ പേഴ്സണാലിറ്റീസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. മേടത്തിൻ്റെ പേഴ്സണാലിറ്റിയും ഇടവത്തിൻ്റെ പേഴ്സണാലിറ്റിയും ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഏകദേശ സൂചനകൾ നമുക്ക് പഠിക്കാം. ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ടാണ് നമുക്ക് ഫലം പറയേണ്ടത്. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.